ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്. ഈ കുടുംബസംഗമത്തിൻ്റെ ബഹുവന്യനായ അധ്യക്ഷൻ, കുടുക്കേങ്ങൽ കുടുംബങ്ങളുടെ നേതൃത്വം കെ ഇബ്രാഹിം മാസ്റ്റർ അവർകളെ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കുഴിമണ്ണ തറവാട്ടിലെ കാരണവർ അബ്ദുൽ അസീസ് ഹാജി അവർകളെ, ഈ പരിപാടിയിലെ ചീഫ് ഗസ്റ്റ്, മുഖ്യ അതിഥി, നമ്മുടെ സഹോദരൻ, നമ്മുടെ നാടിൻ്റെ അഭിമാനം ഹാസിം വെളിമണ്ണ, മറ്റ് വേദിയിലിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ, അതോടൊപ്പം തന്നെ അബ്ദുൽ അസീസ് ഹാജിയുടെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ ആയിട്ടുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ, കുടുക്കേങ്ങൽ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ ആസിം വെളിമണ്ണയുടെ ഉപ്പയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4-5 മാസമായി ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കിട്ടാൻ നമ്മൾ ഇതിൻ്റെ പിന്നിൽ പണിപ്പുരകളിലായിരുന്നു. ഇത് സത്യത്തിൽ അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. പക്ഷേ വേദിയിലിരിക്കുന്ന അബ്ദുൽ അസീസ് ഹാജിക്ക് പക്ഷേ തോന്നും ഇത് ഇത്ര കുറച്ച് ആളുകളെ ഉള്ളോ എന്നൊരു തോന്നൽ. ഞാൻ പറയാ, ഇത് ഹോള് കുറച്ച് വലിപ്പം കൂടിയതാണ്, ഞങ്ങളിങ്ങനെ കുറച്ച് കാണാൻ എന്നാണ് തോന്നുന്നത്. നമ്മൾ ഇതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ 150 പേരാണ് ഈ കുടുക്കേങ്ങൽ കുടുംബത്തിലെ ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ 150 ആളുകളിൽ 90% ആളുകളും അതിലധികവും ഇവിടെ ഹാജരായിട്ടുണ്ട്. ബാക്കിയുള്ള ഞങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിൽ വരാൻ കഴിയാതെ ഉള്ളവരും മറ്റ് കുറച്ച് ചില ആളുകൾ അസുഖങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടെത്താൻ കഴിയാത്തവരുമൊക്കെയാണ് വളരെ കുറഞ്ഞ ആളുകൾ. ബാക്കി എല്ലാവരും അൽഹംദുലില്ലാ ഇങ്ങനൊരു പരിപാടിയിൽ എത്തിയത് നമുക്ക് കാരുണ്യവാനും കരുണാവാരിധിയുമായ പടച്ച തമ്പുരാനെ നമ്മൾ എത്രയേറെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. ഞാൻ വളരെ വൈകിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ സ്വാഗത പ്രഭാഷണം ഒരിക്കലും ദീർഘിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ അതിഥികൾക്ക്, അതുപോലെ അതിഥികളെ നമുക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുവന്യനായ കുഴിമണ്ണിൽ അബ്ദുൽ അസീസ് ഹാജിയാണ്. ആരാണ് അദ്ദേഹം? എന്തിനാണ് കുഴിമണ്ണയിൽ നിന്ന് ഇങ്ങനെ ഒരു കാരണവര് നമ്മൾ വയനാട് കയറിയപ്പോൾ നമ്മളെ പിന്നാലെ വയനാട് കയറി എത്തിയത് എന്തിനാണ്? നമ്മൾ കുടുക്കേങ്ങൽ കുടുംബം ഉണ്ടാവുന്നത് കരുവമ്പോയിലെ മണപ്പാട്ടിൽ നിന്നാണ്. കരുവമ്പോയിലെ മണപ്പാട്ടിലെ ഒരു പെൺകുട്ടിയെ കുടുക്കേങ്ങലിലേക്ക്, വെളിമണ്ണയിലെ കുടുക്കേങ്ങലിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്നു. അതാണ് നമ്മളുടെ വല്യമ്മ പാത്തുമ്മ എന്ന് പറയുന്ന വല്യമ്മ. ആ പാത്തുമ്മയുടെ മണപ്പാട്ടിലെ ഉമ്മനെ മണപ്പാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്നത് കുഴിമണ്ണയിൽ നിന്നാണ്. അപ്പൊ ആ കുഴിമണ്ണ തറവാട്ടിൽ നിന്നാണ് അബ്ദുൽ അസീസ് ഹാജി വരുന്നത്. അതിന്റെ കൂടുതൽ ഘടനകൾ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. അപ്പൊ അത്രയും മനസ്സിലാക്കുക. കുഴിമണ്ണയിൽ നിന്ന് മണപ്പാട്ടിൽ നിന്ന് പാത്തുമ്മ എന്നവരെ കുടുക്കേങ്ങിലേക്ക് കെട്ടിച്ചു. ആ പാത്തുമ്മയിൽ എന്ന വല്യമ്മയിൽ നിന്നാണ് നമ്മൾ ഈ കുടുക്കേങ്ങക്കാർ മുഴുവൻ ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കുടുംബസംഗമം നടക്കുമ്പോൾ കുഴിമണ്ണ തറവാട്ടിലെ ഇന്നത്തെ നേതൃത്വം അബ്ദുൽ അസീസ് ഹാജിയെ നമുക്കിതിൻ്റെ ഉദ്ഘാടകനായി കിട്ടണമെന്നതാണ് നമ്മൾ ആദ്യം ആഗ്രഹിച്ചതും തീരുമാനിച്ചതും. അതും നമുക്ക് സാക്ഷാത്കരിച്ച് ലഭിച്ചിരിക്കുകയാണ്. ആ പടച്ചവൻ അത് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെയാണ് ആസിം വെളിമണ്ണ. നമ്മളെ കുടുക്കേങ്ങൽ തറവാട് എന്ന് പറയുന്നത് വെളിമണ്ണയാണ്, നമ്മളെ മണ്ണ് വെളിമണ്ണയാണ്. വെളിമണ്ണ ഇന്ന് കേരളത്തിന്റെ ഭൂപടത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഭൂപടത്തിൽ മാത്രമല്ല, ഏറെക്കുറെ ഒരു ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെ മൊത്തം ഒരു ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ഒരു കൊച്ചു ഗ്രാമമായി വെളിമണ്ണ മാറിയത് ആസിം വെളിമണ്ണ എന്ന വ്യക്തിത്വം വെളിമണ്ണയിൽ ജനിച്ചത് കൊണ്ടാണ്. അങ്ങനെയുണ്ട് ചില പ്രദേശങ്ങൾ
ലോകപ്രശസ്തമാകുന്നത് അവിടെ വലിയ മഹത്തുക്കൾ ആ പ്രദേശത്ത് ജനിച്ചത് കൊണ്ടാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുള്ള ഹാസിം വെളിമണ്ണയെ ഇന്ന് ഇതേ ദിവസം നമ്മളെ സംഗമത്തിലേക്ക് കിട്ടാൻ സാധിക്കുമോ എന്നത് ഞങ്ങൾക്കൊക്കെ വലിയ സംശയമായിരുന്നു. അവരെ പോയി ക്ഷണിച്ചപ്പോഴും അവരുടെ പിതാവുമൊക്കെ നമ്മളോട് പറഞ്ഞത് സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. പക്ഷേ എന്തെങ്കിലും വിദേശ യാത്രകൾ ഉണ്ടായാൽ മാത്രം അതിനൊരു മുടക്ക് വരൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുടുക്കേങ്ങൽ കുടുംബസംഘത്തിന് ഞങ്ങൾ വന്നിരിക്കും എന്ന് പറഞ്ഞു. ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഈ കുടുംബം വലിയ സന്തോഷത്തിലാണ്, വലിയ കടപ്പാടുണ്ട് നിങ്ങളോട് എന്ന് മാത്രം അവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഈ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങൾ, വയനാടിൻ്റെ പല ഭാഗങ്ങൾ കാര്യമായിട്ട് അവിടെ നിന്നൊക്കെ ഒത്തുകൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി ഇതിൽ സ്മരിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടക്കേണ്ടിയിരുന്നത് ഇപ്പോഴായിരുന്നില്ല. ഇങ്ങനെ ഒരു കുടുംബ സംഗമം വളരെ നേരത്തെ നടക്കേണ്ടിയിരുന്നു. അത് വളരെ അത്യാവശ്യമായിരുന്നു. അതിന് അർഹതപ്പെട്ടവർ ഞങ്ങളാരും ആയിരുന്നില്ല. അതിന് അർഹതപ്പെട്ടവരും അത് വേണ്ടപ്പെട്ടവരും വേണ്ട ആളുകളുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയി. അവരൊക്കെ ആഗ്രഹിച്ച ഒന്നായിരുന്നു ഇത്. പ്രത്യേകിച്ച് അവസാനം പിരിഞ്ഞു പോയ നമ്മളുടെ സ്വന്തം അബ്ദുള്ള, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം എന്നും നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാള്. പക്ഷേ ആ സമയത്തൊന്നും നമുക്കിങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒന്ന് കുടുക്കേങ്ങക്കാർക്ക് ഒന്നിച്ചു കൂടാൻ സാധിക്കുമോ എന്ന സംശയം പോലുമായിരുന്നു അന്ന് നമുക്ക്. പക്ഷെ അൽഹംദുലില്ലാ ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ കാണേണ്ടത് മരിച്ചു പിരിഞ്ഞു പോയ നമ്മളെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളാണ്. പടച്ചവനെ, അവർക്കൊന്നും ഞങ്ങളെ ഈ ഒരു സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ല. പ്രശ്നമില്ല, അത് പടച്ചവനെ നിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനം. അത് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളാവുന്ന അടിമകൾ, നിന്റെ അടിമകൾ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ പടച്ചവനെ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. പടച്ചവനെ, നിന്റെ മുന്നിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ ഈ മരിച്ചുപോയ മുഴുവൻ ആളുകളും, ഇവിടെ കൂടിയ ആളുകളും, ഞങ്ങൾക്കെല്ലാവർക്കും പടച്ചവനെ നിന്റെ സ്വർഗീയ ലോകത്ത് ഇതുപോലെ ഒരു കുടുംബമായിരിക്കാനുള്ള ഒരു വലിയ നിന്റെ ഒരു അനുഗ്രഹം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്കും ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും പടച്ചവനെ നീ നൽകി അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു പേരും കൂടി വിട്ടുപോയി, മാതോലത്ത് ഖാദർ ഹാജി. ഈ കുഴിമണ്ണയിൽ നിന്ന് വന്ന മണപ്പാട്ടിലേക്ക് കെട്ടിച്ച ആ ഉമ്മക്ക് ഒരു മകളും കൂടി, വേറൊരു മകൾ ഉണ്ടായിരുന്നു. ആ മകളെയാണ് മാതോലത്തേക്ക് കെട്ടിച്ചത്. അതിലുള്ള ഒരു മകനാണ് മാതോലത്ത് ഖാദർ ഹാജി. ആ ഖാദർ ഹാജിയും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കടക്കം എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ കുടുംബാംഗങ്ങളെയും ഈ സദസ്സിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ബഹുവന്യനായ അധ്യക്ഷൻ, നമ്മുടെ നേതൃത്വം ഇബ്രാഹിം മാസ്റ്ററാണ്. ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് ആദരവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.